ഹലോ എവരി വൺ. എക്സാംസ് അടുത്തെത്തുമ്പോൾ നാച്ചുറലി നമ്മളിൽ ഒരു തരം എക്സാം ആങ്സൈറ്റി ഉണ്ടാകാറുണ്ട്. എന്നാൽ ശരിയായ ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് നമുക്ക് വളരെ ഈസിയായി മാനേജ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പരീക്ഷകളിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ടോപ്പേഴ്സ് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത റിയൽ സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നതിലാണ്. ഇതൊരു തരം ഡാറ്റ ഡ്രിവൻ ഡിറ്റക്റ്റീവ് വർക്ക് പോലെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ പേപ്പറുകൾ നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ ഐഡൻറ്റിറ്റി ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, സയൻസിൽ ചില ഡയഗ്രാമുകൾ എല്ലാ വർഷവും ആവർത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിൽ ചില സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ്സിനെ ബേസ് ചെയ്ത് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. വെറുതെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാതെ ഏത് ടോപ്പിക്കിനാണ് ബോർഡ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാം. ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ അലേർട്ടായിരിക്കുന്ന ഈ പീക്ക് പ്രൊഡക്ടിവിറ്റി വിൻഡോയിൽ വേണം ഏറ്റവും കോംപ്ലക്സ് ആയ ടോപ്പിക്സ് പഠിക്കാൻ. മിക്കവാറും സ്റ്റുഡൻസ് ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്ക് സിമ്പിളായ കാര്യങ്ങൾ ആദ്യം പഠിച്ച് സമയം കളയുന്നതാണ്. ഇത് പിന്നീട് ടഫായ ടോപ്പിക്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ എക്സോസ്റ്റഡ് ആകാൻ കാരണമാകും. സോ ടഫായ ടോപ്പിക്സ് സെഷൻ്റെ തുടക്കത്തിൽ തന്നെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്ത് അതൊരു പേഴ്സണൽ പോഡ്കാസ്റ്റ് പോലെ കേട്ടു നോക്കൂ. ഉദാഹരണത്തിന്, ഒരു ഹിസ്റ്ററി ചാപ്റ്റർ നിങ്ങൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിൽ റെക്കോർഡ് ചെയ്യുക. പിന്നീട് ഫ്രീ ടൈമിലോ ട്രാവൽ ചെയ്യുമ്പോഴോ ഇത് കേൾക്കുന്നത് വഴി നിങ്ങളുടെ ഓഡിറ്ററി മെമ്മറി ട്രിഗർ ചെയ്യപ്പെടുകയും ഇൻഫർമേഷൻ മറന്നു പോകാതെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. അതുപോലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് വായിക്കുമ്പോൾ അതൊരു മെൻ്റൽ ഇമേജായി വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിംഗ് മെക്കാനിസം പഠിക്കുമ്പോൾ അത് മനസ്സിൽ ഒരു 3D മോഡലായി ഫങ്ഷൻ ചെയ്യുന്നത് ഭാവനയിൽ കാണുക. നമ്മുടെ ബ്രെയിൻ ടെക്സ്റ്റിനേക്കാൾ വേഗത്തിൽ വിഷ്വൽസ് ആണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഒരു ജേണലിൽ നോട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് എറേഴ്സ് ഒഴിവാക്കാൻ സഹായിക്കും. പരീക്ഷയിൽ പലപ്പോഴും നമ്മൾ ഒരേ പാറ്റേണിലുള്ള തെറ്റുകൾ ആവർത്തിക്കാറുണ്ട്. ഉദാഹരണത്തിന്, യൂണിറ്റ്സ് എഴുതാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ സൈൻ കൺവെൻഷൻസിൽ മിസ്റ്റേക്ക് വരുത്തുകയോ ചെയ്യുന്നത്. ഇതൊരു സെപ്പറേറ്റ് ചെക്ക് ലിസ്റ്റിലായി എഴുതി വെച്ചാൽ എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും. അടുത്തായി, ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡുകൾ ഹൈലൈറ്റ് ചെയ്യാനും ഡയഗ്രാംസിന് പ്രോപ്പറായി ബോക്സുകൾ നൽകാനും ശ്രദ്ധിക്കണം. ഒരു വലിയ പാരഗ്രാഫ് എഴുതുന്നതിനേക്കാൾ ബുള്ളറ്റ് പോയിൻ്റായി ആൻസറുകൾ നൽകുന്നതാണ് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് എളുപ്പത്തിൽ മാർക്ക് തരാൻ കൺവീനിയൻ്റ് ആകുക. നെക്സ്റ്റ്, ഒരു വലിയ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1 പേജ് സമ്മറി അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വളരെ സീംലെസ് ആക്കും. അടുത്തതായി, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ടഫായ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കും. ഇതിനെയാണ് സയൻറ്റിഫിക്കലി സ്ലീപ്പ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ബ്രെയിൻ ആ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതായി, പഠനം എപ്പോഴും ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയായിരിക്കണം. ഓരോ സെഷന് മുമ്പ് ചെറിയ ഷോർട്ട് ടൈം ഗോൾസ് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോക്കസ് കൺസിസ്റ്റൻസി നിലനിർത്താൻ സഹായിക്കും. ഉദാഹരണത്തിന്, അടുത്ത 30 മിനിറ്റിൽ ഞാൻ ഈ 2 തിയറികൾ മാസ്റ്റർ ചെയ്യും എന്നൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതായി, ആക്റ്റീവ് റീകോൾ മെത്തേഡ് ഉപയോഗിച്ച് പുസ്തകം അടച്ചു വെച്ച് തന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. വെറുതെ പാസീവ് റീഡിംഗ് നടത്തുന്നതിനേക്കാൾ ഹൈ റിസൾട്ട് ഈ മെത്തേഡ് നൽകും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, വലിയ പാരാഗ്രാഫുകൾ കാണാതെ പഠിക്കുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയ കീവേഡുകൾ ട്രിഗർ പോയിന്റ്സുകളായി ഉപയോഗിക്കാം. അടുത്തതായി, മറ്റൊരാളെ പഠിപ്പിക്കുന്നത് പോലെ കണ്ണാടി നോക്കി സംസാരിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റിയും കോൺഫിഡൻസും വർദ്ധിപ്പിക്കും. ഫൈനലി, പരീക്ഷയ്ക്ക് മുൻപുള്ള 48 മണിക്കൂർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോയി റിസ്ക് എടുക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ മാത്രം മാറ്റിവെക്കുക. ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇത് വളരെ എസെൻഷ്യലാണ്. ഇങ്ങനെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ കൃത്യമാണോ എന്ന് സ്വയം വിലയിരുത്തുന്നതിലൂടെ വീക്ക് ഏരിയാസ് നേരത്തെ തിരിച്ചറിയാം. ഈ സ്മാർട്ട് ഹാക്കുകൾ നിങ്ങളുടെ സ്റ്റഡി റൂട്ടീനിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച വിജയം നേടിയെടുക്കാം.